ഇന്ത്യൻ കാടുകളിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ കൂട്ടത്തോടെ ഇരപിടിക്കുന്ന വേട്ടക്കാരാണ് ധോൾ, കാട്ടുനായ എന്നെല്ലാം വിളിക്കുന്ന ഏഷ്യാറ്റിക് വൈൽഡ് ഡോഗ്സ്. നായകളും ചെന്നായകളും കുറുക്കനും കുറുനരിയും കൂടാതെ നിരവധി നിലവിലുള്ളതും വംശനാശം സംഭവിച്ചതുമായ നായകളെപ്പോലെ ഇരിക്കുന്ന സസ്തനികൾ അടങ്ങിയ കാനിഡൈ ഫാമിലിയിൽ ഉൾപ്പെട്ടവരാണ് നമ്മുടെ ഏഷ്യാറ്റിക് വൈൽഡ് ഡോഗ്സ്. ലാറ്റിൻ ഭാഷയിൽ കാനിസ് എന്നാൽ നായ എന്നാണ് അർത്ഥം. നായകളും ചെന്നായകളും കുറുനരിയും കാനിസ് ജനുസിൽപ്പെട്ടവരാണ്. എന്നാൽ ഏഷ്യാറ്റിക് വൈൽഡ് ഡോഗ്സ് കാനിഡൈ ഫാമിലിയിൽ തന്നെ Q1 എന്ന പ്രത്യേക ജനുസിൽ വരുന്നവരാണ്. ഈ ജനുസിലെ ഏക അംഗവും കാട്ടുനായ്ക്കൾ തന്നെയാണ്. ഇനി കാട്ടുനായ്ക്കളിലേക്ക് വരാം. സെൻട്രൽ ഇന്ത്യയിലെ ഹൈലാൻഡ് പ്രദേശങ്ങളിലും വടക്കുകിഴക്കൻ മേഖലകളിൽ സിക്കിം, അരുണാചൽ പ്രദേശ്, മേഘാലയ, അസം എന്നിവിടങ്ങളിലും പടിഞ്ഞാറൻ ഹിമാലയത്തിൽ ലഡാക്കിലുമാണ് കാട്ടുനായ്ക്കളെ കൂടുതലായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പുൽമേടുകളാൽ ഇടകലർന്ന തുറന്ന വനപ്രദേശം, വരണ്ട ഇലപൊഴിയും കാടുകൾ, ഈർപ്പമുള്ള ഇലപൊഴിയും കാടുകൾ, ഉഷ്ണമേഖല വരണ്ട കാടുകൾ തുടങ്ങിയ വനമേഖലകളിലാണ് ഇന്ത്യയിൽ കാട്ടുനായകളുടെ പോപ്പുലേഷൻ കൂടുതലായിട്ട് കാണുന്നത്. എന്നാൽ നിത്യഹരിത, അർദ്ധനിത്യഹരിത വനങ്ങളിലും ആൽഫൈൻ സ്റ്റെഫി വനങ്ങളിലും ഇവരെ കാണാനാവും. മരുഭൂമികൾ, കടൽ തീരങ്ങൾ, കണ്ടൽക്കാടുകൾ എന്നിവിടങ്ങളിലൊന്നും കാട്ടുനായ്ക്കളെ കാണപ്പെടുന്നില്ല. കേരളത്തിലെ വയനാട്, പെരിയാർ, പറമ്പിക്കുളം, നെയ്യാർ, പേപ്പാറ, തട്ടേക്കാട്, ചെന്തുരുണി, ആറളം, സൈലന്റ് വാലി, ചിന്നാർ, പീച്ചി, വാഴാനി തുടങ്ങിയ സംരക്ഷണ മേഖലകളിലെല്ലാം ഇവയുടെ സാന്നിധ്യമുണ്ട്. കാട്ടുനായ്ക്കളുടെ വ്യത്യസ്തമായ വേട്ട തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു സവിശേഷത. കാടുകളിലെ ഇരയെ വേട്ടയാടുന്ന ഒരു മൃഗം അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ഒരു ക്രൂരതയായിട്ട് കാണാനാവില്ല. അതൊരു കുറ്റകൃത്യവുമല്ല, മറിച്ച് അതിജീവനത്തിനായിട്ടുള്ള പോരാട്ടമാണ്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള ഒരു ആവശ്യകത കൂടിയാണത്. ഇന്ത്യൻ കാടുകളിലെ മറ്റ് പ്രിഡേറ്റേഴ്സിനെ അപേക്ഷിച്ച് വളരെ വേറിട്ട ശൈലിയിലുള്ള വേട്ടയാണ് കാട്ടുനായ്ക്കളുടേത്. കൂട്ടത്തോടെ വളഞ്ഞ് വളരെ വേഗതയോടെ കാട്ടുപോത്ത്, മ്ലാവ് തുടങ്ങിയ തന്നേക്കാൾ 3-4 ഇരട്ടി വലിപ്പമുള്ള ഇരകളെ കീഴടക്കി ഭക്ഷിക്കാനുള്ള വൈദഗ്ധ്യമുള്ള വേട്ടക്കാരാണ് കാട്ടുനായ്ക്കൾ. കാട്ടുപോത്തുകളുടെയും വലിയ മാനുകളുടെയും എല്ലാം കൂട്ടങ്ങളിൽ നിന്ന് അവരുടെ കുഞ്ഞുങ്ങളെ ട്രാക്ക് ചെയ്ത് പിടിക്കുകയും ചെയ്യും. കാട്ടുപന്നികൾ ഇവരുടെ ഒരു പ്രിയപ്പെട്ട ഇരയാണ്. പുലി, കരടി, കടുവ എന്നിവയെ പോലും കാട്ടുനായ്ക്കൾ കൂട്ടത്തോടെ ആക്രമിക്കാറുണ്ട്. സാധാരണയായി കാട്ടുനായ്ക്കൾ പകൽ സമയത്താണ് വേട്ടയാടാറുള്ളത്. അപൂർവമായി രാത്രിയിലും വേട്ടയ്ക്കിറങ്ങാറുണ്ട്. ഇരയെ മുന്നിൽ കാണുമ്പോഴും ഗന്ധം കൊണ്ടും കാട്ടുനായ്ക്കൾ പിന്തുടരാറുണ്ട്. 6-7 എണ്ണമുള്ള കൂട്ടങ്ങളായാണ് പൊതുവെ കാട്ടുനായ്ക്കൾ വേട്ടയാടുന്നത്. എണ്ണം പലപ്പോഴും കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. കാട്ടുനായ്ക്കളുടെ കൂട്ടം ഇരയെ പിന്തുടർന്ന് ട്രാക്ക് ചെയ്യുകയും തുടർന്ന് കൂട്ടത്തിലുള്ളവരെല്ലാം വേർതിരിഞ്ഞ് ഇരയുടെ 4 പാടുമായിട്ട് വിന്യസിക്കും. വളരെ വേഗത്തോടെ ഊർജ്ജസ്വലരായി ഇരയെ കീഴടക്കുകയും ചെയ്യും. ഇരയെ ഓടിച്ച് തളർത്തുന്ന ഒരു സ്വഭാവവും ഇവയ്ക്കുള്ളതായിട്ട് പറയുന്നുണ്ട്. പിന്നിൽ നിന്നാണ് ഇവ ആക്രമിച്ചു തുടങ്ങുന്നത്. ഇപ്രകാരം പിന്നിൽ കടിച്ചു തൂങ്ങുന്ന കാട്ടുനായ പിടിമുറുക്കി കഴിഞ്ഞാൽ ഇര ഓടാൻ ശ്രമിച്ചാലും ഇവ പിടിവിടില്ല. ഇര ചാവുന്നതിന് മുമ്പ് തന്നെ അവയെ ഭക്ഷിച്ചു തുടങ്ങുകയും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തിന്നു തീർക്കുകയും എല്ലുകൾ മാത്രം അവശേഷിപ്പിക്കുകയും ചെയ്യും. ആഹാരമില്ലാതെയും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞുകൂടാൻ ഇവയ്ക്ക് സാധിക്കും. എന്നാൽ ഭക്ഷണം കിട്ടിയാൽ വയറ് നിറച്ച് കഴിക്കുന്ന സ്വഭാവമുണ്ട്. കടുവകളെ പോലെയൊക്കെ തന്നെ കാട്ടുനായ്ക്കളും ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ സമയത്ത് മാനുകളോ മറ്റ് ഇരകളോ മുന്നിൽപ്പെട്ടാലും അവരെ അങ്ങനെ ഉപദ്രവിക്കാറില്ല. വേട്ടയാടുന്നതിനിടയിൽ കാട്ടുനായ്ക്കൾ ആശയവിനിമയം നടത്തുന്നത് ഒരുതരം ഇൻഫ്രാസോണിക് ആയിട്ടുള്ള വിസിൽ ശബ്ദത്തോടെയാണ്. വളരെ താഴ്ന്ന ഫ്രീക്വൻസിയിലുള്ള ഈ ശബ്ദം മറ്റുള്ളവർക്ക് കേൾക്കാൻ പ്രയാസമാണ്. ഇരയെ ട്രാക്ക് ചെയ്ത് വെള്ളത്തിലിറക്കി ചുറ്റുപാടും വളഞ്ഞ് കൊന്നു തിന്നുന്ന ഒരു രീതിയും ഇവർക്കുണ്ട്. ഒരിക്കൽ പറമ്പിക്കുളത്ത് വെച്ച് മ്ലാവുകളുടെ ചിത്രം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ 5ഓളം കാട്ടുനായ്ക്കൾ ആ പരിസരത്തെത്തി കൃത്യമായി പ്ലാനിങ് ചെയ്ത പോലെ 5 പേരും ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന 3 മ്ലാവുകളെ ട്രാക്ക് ചെയ്ത് അടുത്തുണ്ടായിരുന്ന ചെറിയ കുളത്തിലേക്ക് ഇറക്കി. എന്നിട്ട് അവയ്ക്ക് ചുറ്റും ഓടി നടന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് അന്ന് എനിക്ക് കാണാനായത്.
ഇന്ത്യയിലെ ഓരോ പ്രദേശങ്ങളിലെയും കാട്ടുനായ്ക്കളുടെ തനത് ആവാസ വ്യവസ്ഥകൾക്കനുസരിച്ച് അവരുടെ ഇരകളും വ്യത്യസ്തമാണ്. ടിബറ്റിലും ലഡാക്കിലും കാട്ടുനായ്ക്കൾ കാട്ടാടുകളെയും ആന്റലോപ്പുകളെയും വേട്ടയാടുന്നു. കാശ്മീരിലെ വനങ്ങളിൽ അവ കസ്തൂരിമാനുകളെയും ഒരിനം കാട്ടാട് വിഭാഗമായ മാർഗോറുകളെയും ഗോർലുകളെയും ഹിമാലയത്തിൽ താറുകളെയും ഭക്ഷണമാക്കുന്നു. എന്നാലും ഇന്ത്യയിൽ കാട്ടുനായ്ക്കളുടെ സാധാരണ ഇര വലുതും ചെറുതുമായ വിവിധ ഇനം മാനുകൾ തന്നെയാണ്. കാട്ടുനായ്ക്കളുടെ ശരീരത്തിന് 90 മുതൽ 35 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും. വാലിന് 35 മുതൽ 50 സെൻറ്റിമീറ്റർ നീളം കാണും. 50 സെൻറ്റിമീറ്ററോളം ഉയരവും 15 മുതൽ 20 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാവാറുണ്ട്. ഫീമെയിൽ ഡോഗ്സ് വലിപ്പവും തൂക്കവും അല്പം കുറവായിരിക്കും. മാംസാഹാരം കഴിക്കാൻ സഹായിക്കും വിധമാണ് ഇവരുടെ പല്ലുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. കാനിഡേ ഫാമിലിയിൽ ഉൾപ്പെട്ട ചെന്നായ്ക്കൾ, വളർത്തുനായ്ക്കൾ, ജാക്കാൾ എന്നിവരിൽ നിന്ന് അടിസ്ഥാനപരമായിട്ട് കാട്ടുനായ്ക്കൾക്ക് കുറച്ച് വ്യത്യാസങ്ങൾ കാണാനാവും. കാട്ടുനായ്ക്കൾക്ക് താഴത്തെ താടിയലിൻ്റെ 6 അണപ്പല്ലുകളാണുള്ളത്. അതേസമയം മറ്റുള്ളവയ്ക്ക് 7 എണ്ണമുണ്ട്. കൂടാതെ കാട്ടുനായ്ക്കൾക്ക് സാധാരണയായി 12 മുതൽ 14 വരെ മുലക്കണ്ണുകൾ ഉണ്ടാവും. എന്നാൽ സാധാരണ നായ്ക്കളിൽ 10 മുലക്കണ്ണുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാട്ടുനായ്ക്കൾക്ക് വോൾഫുകളെയും ജാക്കാളുകളെയും അപേക്ഷിച്ച് ചെറിയ കാലുകളും കൂടുതൽ ബുഷിയായിട്ടുള്ള വാലും മൂക്കും വായും ഉൾപ്പെടുന്ന ഭാഗം നീളം കുറഞ്ഞതുമാണ്. ഇവരുടെ മുതുകിലെ തൊലിയുടെ നിറം ചെങ്കല്ലിനോട് സമാനമായ ചുവപ്പ് നിറമാണ്. എന്നിരുന്നാലും കാട്ടുനായ്ക്കളുടെ ചുവന്ന രോമക്കുപ്പായം സീസണിനും അവരെ കാണുന്ന പ്രദേശങ്ങൾക്കും അനുസരിച്ച് ചില നിറവ്യത്യാസങ്ങൾ കാണാനാവും. ഇന്ത്യയിലെ വടക്ക്, പടിഞ്ഞാറ്, തെക്ക് ഭാഗങ്ങളിലായി കാണുന്ന കാട്ടുനായ്ക്കൾക്കിടയിൽ നേരിയ ആ വ്യത്യാസങ്ങൾ കാണാനായിട്ട് പറ്റും. ട്രാൻസ് ഹിമാലയൻ പ്രദേശങ്ങളിൽ കാണുന്നവരുടെ നിറം കുറച്ച് വിളറിയതാണ്. ഹിമാലയത്തിൽ നിന്നുള്ളവ കുറച്ചുകൂടി ചുവപ്പാണ്. പെനിൻസുലാർ ഇന്ത്യയിലുള്ളവരുടെ രോമക്കുപ്പായം കൂടുതൽ കടും തവിട്ട് നിറമുള്ളവയാണ്. കാട്ടുനായ്ക്കളുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ കറുപ്പ് കലർന്ന തവിട്ട് നിറമായിരിക്കും. ഏകദേശം 3 മാസത്തിനുള്ളിൽ ചുവന്ന നിറമായി മാറും. ചെവികൾ ത്രികോണാകൃതിയിലുള്ളതും താരതമ്യേന വലുതും ഉള്ളിൽ വെളുത്ത രോമങ്ങൾ നിറഞ്ഞവയുമാണ്. ചെന്നായ്ക്കളെ പോലെ തന്നെ കൂട്ടത്തോടെയുള്ള ഒരു സാമൂഹിക ജീവിതം നയിക്കുന്നവരാണ് കാട്ടുനായ്ക്കൾ. കാട്ടുനായ്ക്കളുടെ ഒരു കൂട്ടം ഒരു കുടുംബമായിരിക്കും, അല്ലെങ്കിൽ 1-2 അതിലധികമോ കുടുംബങ്ങളുടെ ഒരു യൂണിയനുമായിരിക്കും. ഇത്തരം ഫാമിലി യൂണിറ്റുകളായി കൂടിച്ചേരുമ്പോൾ വളരെ വലിയ ഇരകളെ കൊന്നു തിന്നുന്നതിന് അവർക്ക് സഹായമാകും. കാട്ടുനായ്ക്കളുടെ പ്രധാന പ്രജനനകാലം നവംബർ മുതൽ ഡിസംബർ വരെയാണ്. സാധാരണയായി 4 മുതൽ 6 വരെ എണ്ണം കുഞ്ഞുങ്ങളാണ് ഉണ്ടാവുക. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായി ഗുഹകളിലോ പാറയിടുക്കുകളിലോ ഒക്കെ ആയിരിക്കും പ്രസവം നടക്കുക. ഒരു കോളനിയിൽ തന്നെ നിരവധി ഫീമെയിൽ ഡോഗ്സ് പ്രജനനം നടത്തിയേക്കാം. ആവശ്യത്തിന് ശക്തി പ്രാപിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോടൊപ്പം വേട്ടയ്ക്കിറങ്ങി തുടങ്ങും. പ്രജനനമില്ലാത്ത കാലഘട്ടത്തിൽ, അതായത് ചൂടുള്ള കാലാവസ്ഥയിലും മഴക്കാലത്തും കാട്ടുനായ്ക്കളുടെ പല കുടുംബങ്ങൾ ഒന്നിക്കുകയും ഈ വലിയ കൂട്ടങ്ങളെ കൂടുതലായി കാണപ്പെടുകയും ചെയ്യുന്നു. കാനിഡേ ഫാമിലിയുടെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ഇരപിടിയ മൃഗങ്ങളിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്നവരിൽ ഒന്നാണ് കാനിഡേ വിഭാഗം. നിലവിലുള്ള പഠനങ്ങൾ പ്രകാരം ഇവയിൽ പെടുന്ന മിക്ക ജീവിവർഗങ്ങളും വടക്കൻ അർദ്ധഗോളത്തിൽ, അതായത് നോർത്തേൺ ഹെമിസ്ഫെയറിലാണ് വസിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് അവരുടെ യഥാർത്ഥ വാസസ്ഥലം വടക്കൻ അക്ഷാംശങ്ങളിലാണ് എന്നാണ്. കാലക്രമേണ ഈ കുടുംബം യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചതായിരിക്കണം. ഈ ഫാമിലിയിൽപ്പെട്ട ആരും മഡഗാസ്കറിലോ ഓസ്ട്രേലിയൻ മേഖലകളിലോ വസിക്കുന്നില്ല. ഓസ്ട്രേലിയയിലെ ഡിങ്കോ എന്ന് വിളിക്കുന്ന കാട്ടുനായ്ക്കൾ തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിൽ നിന്നുള്ള ആദിമ നിവാസികൾ കൊണ്ടുവന്ന വളർത്തു നായ്ക്കളിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചെന്നായ എന്ന് വിളിക്കുന്ന വോൾഫ്, റെഡ് ഫോക്സ് എന്ന ചുവന്ന കുറുക്കൻ, നാട്ടിലെ കുറുക്കൻ എന്നും വിളിക്കാറുള്ള കുറുനരി അഥവാ ജാക്കാൾ, പിന്നെ ഏഷ്യാറ്റിക് വൈൽഡ് ഡോഗ്സ് തുടങ്ങിയവ വടക്ക് നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവരായിരിക്കണം. നമ്മുടെ വടക്കു പടിഞ്ഞാറൻ ചുരങ്ങൾ വഴിയായിരിക്കണം അവർ രാജ്യത്ത് പ്രവേശിച്ചത്. മറ്റിടങ്ങളിലെന്ന പോലെ ഇവിടെയും അവർ ചൂടും തണുപ്പും വരൾച്ചയും ഈർപ്പവുമുള്ള വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജീവിതവുമായി പൊരുത്തപ്പെട്ടു. പിന്നീട് ഇവയിൽ പലരും ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു. മരുഭൂമിയിലും വനപ്രദേശങ്ങളും സമതലങ്ങളും ഉയർന്ന പർവ്വത പ്രദേശങ്ങളും ഇവർ കോളനിവൽക്കരിച്ചിട്ടുണ്ട്. വനങ്ങളിൽ ഭക്ഷണവും ജലവിതരണവും കണ്ടെത്തിയ കാട്ടുനായ്ക്കൾ അവിടെ കൂടിയതായിരിക്കണം. കടുവകളെപ്പോലെ കാട്ടുനായ്ക്കളും നമ്മുടെ വടക്ക് കിഴക്കൻ അതിർത്തികൾ വഴി ഇന്ത്യയിൽ പ്രവേശിച്ചതായിരിക്കണം. കടുവയെപ്പോലെ തന്നെ മരുഭൂമിയും മരങ്ങളില്ലാത്ത ഇടങ്ങളും ഒഴിവാക്കിക്കൊണ്ട് കാട്ടുനായ്ക്കളും ഇന്ത്യയുടെ ഏറ്റവും തെക്കൻ അതിർത്തി വരെ അതിൻ്റെ പരിധി വ്യാപിപ്പിച്ചു.
ഈ 2 ജീവിവർഗങ്ങൾക്കും ശ്രീലങ്കയിൽ പ്രവേശിച്ച് കോളനിവൽക്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഇന്ത്യൻ പെനിൻസുലയിലും ശ്രീലങ്കൻ ദ്വീപിനും ഇടയിലുള്ള കര മുങ്ങിയതിനു ശേഷം ഇവർ തെക്കോട്ട് എത്തിയതിനാലായിരിക്കണം. അതിനാൽ തന്നെ ഇപ്പോഴും ശ്രീലങ്കയിലെ പ്രധാന പ്രിഡേറ്റേഴ്സ് ലെപ്പേർഡ്സ് ആണ്. കാടിനെയും വന്യജീവികളെയും കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല. അപ്പോൾ കാട്ടിലേക്കുള്ള യാത്രകളുടെ അനുഭവങ്ങളും വന്യമൃഗങ്ങളുടെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.